നമ്മള് ഇതിന്റെ കണക്ക് ഇത് കുളിക്കുമ്പോ തന്നെ നീയത്ത് വെക്കണം. നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ കുളിച്ചിട്ടില്ലാത്ത പോലെ ആവൂലേ? അതാവും മയ്യത്ത് വെക്കണം. മനസ്സിലായോ? ഉം. അപ്പൊ ഇത് ഭൗതികമായ കാര്യങ്ങളില് ഇത്തരം ഉം. അയുക്തികരമായിട്ടുള്ള കാര്യങ്ങൾ തിരികെ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉം. വെറുതെ ആൾക്കാർക്ക് വസ്വാസം ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ കുളിച്ചപ്പോ നീയത്ത് വെച്ചിരുന്ന പഠിച്ചോനെ, ഞാന്ന് പറട്ടെ, എന്റെ നിസ്കാരം ശരിയാകുമോ ഒരു പഠിച്ചോനെ. ആ, ഒരു ഉം, തുള്ളി രക്തവും ഒരു ഉം. തുള്ളി ബീജം പോണതും രണ്ടും രണ്ടാണ്. ആയിക്കോട്ടെ, അതിനെന്താ? ആ, ബീജം പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ്, അത് ശരീരത്തിന്റെ ഓജസ്സിനെ ഇല്ലായ്മ ആ, ചെയ്യും ഒരു രക്തം പരിധി പോയാലോ? വരട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം. പച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം കിട്ടും. ആ, ഇതിലൊക്കെ യുക്തി ഉണ്ട്. നമ്മൾ ഉം. അങ്ങനെ പറ്റണ അല്ല ഇസ്ലാമിനെ നിങ്ങൾ ഞാൻ തറ പറയുന്നത് പറ്റിക്കലേ. ഹലോ. ഹലോ, ലിയാക്കത്തരില്ലേ? അതെ. ആ, എന്താണ് പിന്നെ വിളിച്ചാൽ എടുക്കണില്ലല്ലോ? മനസ്സിലായില്ല. വിളിച്ചാലൊന്നും എടുക്കണില്ലല്ലോ ഇപ്പോ. പകലൊന്നും കിട്ടൂല, എപ്പോഴും ആ, കിട്ടൂല. പിന്നെ എപ്പോഴാ കിട്ടും? വൈകുന്നേരങ്ങളിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഫോണ്. അല്ല, നിങ്ങളിപ്പോ ഇത് ക്ലബായിരിക്കല്ലേ? അങ്ങനെ ക്ലബായിട്ട് ഇതിന്റെ ജോലി ഇരിക്കല്ല. മനസ്സിലായില്ല. അല്ല, ഇതിന്റെ ഒരു ജോലി ആയിട്ടേ ഇതിനെ കാണുന്ന അല്ല. അപ്പൊ എനിക്ക് വേറെ ജോലിയും പണിയും കൂലിയും ഒന്നും വേണ്ടേ? ഇതിങ്ങനെ പറഞ്ഞിരുന്നാ മതിയോ ഫോണും പറഞ്ഞു? ഞാനോർത്ത് ഇതൊരു ജോലിയായിട്ട് അങ്ങനെ കൂട്ടി വെച്ചിട്ടാ. അങ്ങനെ വലിയ മർക്കസും അതിന് ഫണ്ട് തരാൻ വലിയ ദൈവ കമ്പനികളൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിലെ. അത് ശരി. മൂല്യന്മാർക്ക് ശമ്പളം കൊടുക്കൂലേ നിങ്ങള്? അതെ. നമുക്ക് അങ്ങനെ ശമ്പളം തരാൻ ആളില്ലല്ലോ. അല്ല, ഇതിനിപ്പത്തെ യുക്തിവാദികളെ പ്രത്യേക ക്ലബ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. നമ്മള് നിങ്ങൾക്കറിയാം കേട്ട അങ്ങനെ അങ്ങനെ കേട്ട് ഇതിന് പ്രത്യേക വരിസംഖ്യയൊക്കെ ഇങ്ങള് കൊടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്. വരിസംഖ്യയൊക്കെ കൊടുത്ത് എന്നെ ആൾക്കാർ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്ന അങ്ങനല്ല. പ്രചാരകരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും. നമ്മൾ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലിക്കൊന്നും പോണ്ടല്ലോ. അത് ശരി. കച്ചവടം ചെയ്യാനൊക്കെ പോകുമ്പോ വലിയ കഷ്ടപ്പാടാണ്. ഈ കടവും പ്രശ്നവും പൈസ ആ, കിട്ടാതെയും സ്റ്റോക്ക് തികയാതെയും പല പ്രശ്നങ്ങൾ വരുമല്ലോ. ബിസിനസ് ആകുമ്പോ നിങ്ങൾക്ക് ആ, അറിയാലോ. അത് ശരി. അപ്പൊ എന്നിട്ട് ഇപ്പൊ വേറെന്താ മാർഗം? നല്ലതന്നെ. റീച്ച് കൂട്ടല്ലേ ഇപ്പൊ? എങ്ങനെ? അല്ല, ആളുകൾ കൂടുമ്പോഴേ പ്രോത്സാഹനങ്ങളൊക്കെ ആളുകൾ കൂടണമെങ്കില് നമ്മൾ വല്ല മജ്ലിസ് ഒക്കെ തുടങ്ങണം. അരിമ്പാറ ഉം. മഹാറാന് പ്രാർത്ഥിക്കാം 501 റുപ്യ. ആ, ആ, ആ. ഖബർ വിശാലമാക്കാൻ എത്രയാണ് ഇപ്പൊ? എത്ര അറിയില്ല. ഇപ്പൊ എത്ര റേറ്റ് എത്ര അറിയില്ല. പണ്ടാരോ ഒരാള് 1100 റുപ്യ ഖബറിൽ വെളിച്ചുണ്ടാകാൻ വേണ്ടിട്ട് 1100 റുപ്യ എടുത്ത പുസ്തകം ദേഷ്യം വന്നു. അല്ലെ? ഉം. ഒരു ട്യൂബ് ലൈറ്റിന് വേണ്ട 500 റുപ്യ എങ്ങനെയാണോ അതൊക്കെ ചെയ്യാ ചെയ്യും. ആ. സുഖപ്രസവം, ഭാര്യക്ക് ഗർഭിണിയാണ്, അപ്പൊ സുഖപ്രസവം ആവാൻ വേണ്ടിട്ട് 1100 റുപ്യാന്ന് ഉസ്താദിന് ഉം. ദേഷ്യം വന്ന്. നിങ്ങൾക്ക് ഉം. അറിയില്ല ഉം. ഉസ്താദിനെ? തങ്ങളെ എന്താ തങ്ങളെ പേര് എനിക്ക് ഓർമ്മയില്ല. ബായാറോ? ബായാർ തങ്ങളല്ല, വേറെ ഏതോ ഒരു തങ്ങള്. മുത്തനൂരാ? അങ്ങനെ എന്തോ ഒരു തങ്ങള്. ആ. എന്തായാലും അങ്ങനത്തെ പരിപാടി എന്തായാലും തുടങ്ങണം. ആളൊക്കെ കൂടും. അല്ല ഇപ്പൊ അടുത്ത ജിന്നുമ്മനെ പോലീസ് പിടിച്ചില്ലേ? എവിടെ? ഈ അറിയില്ല. കാസർഗോഡ് സൈഡിലെവിടെ? അതെ, ഞാൻ എന്താ അറിയില്ലട്ടോ. പോലെയൊക്കെ ഒരു വീടും പത്രാസും ഉം. വരുമാനം. ഉം. 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 പൈസ ഉണ്ടാക്കാനും ആള് കൂടാനൊക്കെ അതാ എളുപ്പം. ആ, ആ. എന്നാ ആൾക്കാര് വഴിന്ന് കയ്യോ കാലോ വെട്ടിയെടുക്കും എന്നുള്ള പേടിയില്ല. സ്വസ്ഥത, സമാധാനം, ഉം. 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 അനർഹമായ ബഹുമാനം ഒക്കെ കിട്ടുമല്ലോ. ഉം. ഉം. അതാണ് നല്ലത്. അപ്പൊ അതിലൊന്ന് കൂടിക്കൂടെ? അതിനെ മെച്ചം. അതിൽ താല്പര്യമില്ല. നമുക്ക് അതെന്താ അങ്ങനെ ചിന്തിക്കണം? നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ. ഉം. നമ്മളൊരു ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ ആളുകളൊക്കെ ഇങ്ങനെ ഓലൊക്കെ ഇത് ഉടായിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണല്ലേ, നാട്ടുകാരെ പറ്റിക്കല്ലേ. എല്ലാരും ഇല്ല, ചില ആളുകളൊക്കെ നല്ല സൂക്ഷ്മതയുള്ള എന്ത് ആളുകളൊക്കെ ഉണ്ട് ട്ടാ. സൂക്ഷ്മത! തങ്ങന്മാരടുത്ത് പോയിട്ട് കളഞ്ഞുപോയ പാദസരം കിട്ടാൻ ബീത്താത്താക്ക് 501 റുപ്യ എടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഇതാണ് നേർച്ചാക്കലാവും. എന്ത് നേർച്ച? വെറുതെ ആൾക്കാരെ പറ്റിച്ചായിട്ടടാ 501 കൂടി കിട്ടണുണ്ട്, പോകുമല്ല. കിട്ടാതിരിക്കണുണ്ട്. അതിപ്പോ ബീത്താത്താക്ക് 500 കൊടുത്താലും ഇല്ലെങ്കിലും കിട്ടണതും കിട്ടാത്തതൊക്കെ ഉണ്ടാവില്ലേ. അതേമാതിരി ഹൃദയരോഗം മാറാനൊക്കെയാണ് ഉസ്താദിന് പ്രാർത്ഥിക്കാൻ 1000 5000 കൊടുക്കുന്നത്. ഇങ്ങനത്തെ മരുന്ന് വാങ്ങേണ്ട പൈസ അല്ലേ. യൂട്യൂബിൽ ഇട്ടുണ്ടാ? എങ്ങനെ? യൂട്യൂബിൽ ഇട്ടുന്നുണ്ടാ? പിന്നെ യൂട്യൂബ് ഇടണ്ടേ? എന്തെല്ലാം കിട്ടണതിനാ? ഇതോ ആ, ഇത് ഇടണ്ടേ? ഇടണ്ടെങ്കിൽ ഇടണ്ട. എല്ലാം ഇങ്ങനെ ഇട്ടല്ലേ? ഇതിലിപ്പോ എന്താ ഉള്ളത്? നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതില് എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇട്ടിട്ട് കാര്യമുള്ളൂ. നാട്ടിൽ കേൾക്കുന്നവർക്ക് ഒരു ഗുണം വേണ്ടേ. അതെ. വേറെ എന്തൊക്കെ? ആ, എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാണ്? വേറെന്ത്? എവിടെ വർക്ക് ചെയ്യുന്നത്? മർക്കസിലാ ആര്? നിങ്ങള്? എന്നെ മനസ്സിലായ? മർക്കസിലാണോ അതോ ഇപ്പോഴും ഇവിടെ തന്നെയാണോ?
നാട്ടിലോ? ഞാൻ മർക്കസൊന്നുമില്ല, ഞാൻ നമ്മുടെ വീട്ടിലാ. എവിടെ, എടപ്പാളോ? ഉം. ശരി. ഇവിടെ ഭയങ്കര നോട്ട് ചെയ്തിട്ടില്ലേ? നിങ്ങൾ എങ്ങനെ നോട്ട് ചെയ്യുന്നത്? എനിക്ക് ജിബിരിയിൽ ഇല്ലാതെ തന്നെ വഹിയുള്ള ആളാണ്, അത് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ അങ്ങനെ റസൂലിന് ഡ്യൂപ്ലിക്കേറ്റിന് പ്രവാചകന്മാർക്കാണ് വഹീന് ഏജന്റ് ഉണ്ട്, നമുക്ക് അതിന് നിങ്ങള് കൊറിയർ ബോയ് ഒന്നും ആവശ്യമില്ല. ഒരു പവിത്രമായ മതത്തിന് ഇങ്ങനെ തേജബ് ചെയ്യുമ്പോഴേ അത് നമുക്കെന്താ അറിയോ, മറ്റുള്ള മതങ്ങള് മോശമാണെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പവിത്രാവേണ്ടത്. നമ്മൾ സ്വന്തം നിലക്ക് പവിത്രാണ്. അല്ലെങ്കിൽ മറ്റേ എള്ളെണ്ണയുടെ പോലെ ആവും, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ പവിത്രം എള്ളെണ്ണ, അതേപോലെ ആവും. നമ്മൾ സ്വന്തം നിലക്ക് പവിത്രത കാണിക്കണം. അല്ലാതെ നമ്മള് മറ്റുള്ളതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് പവിത്രാണ് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വര ചെറിയ വരയിൽ കാര്യമില്ല, അറിയാം. സ്വന്തം നിലക്ക് പവിത്രത തെളിയിക്കാൻ പാട്ടിൽ ഇങ്ങനെ പവിത്രത എന്ന് പറയണതല്ലാതെ പവിത്രത തുളുമ്പുന്ന താരാമ്പരമാണെന്നോ എന്താണ് അങ്ങനത്തെ പാട്ട് പാടാന്നല്ലാതെ ആ പവിത്രത അതിനെ കൊണത്ത് കാണുന്നില്ല എന്നുള്ളതാണ് സംശയങ്ങൾക്ക് വേണ്ടേ. ഹലോ, ഈ കൊണ്ടോട്ടി പുളിക്കലേ ഒരു സ്ഥാപനം ഉണ്ട്. കൊണ്ടോട്ടി പുളിക്കലോ? പുളിക്കൽ അവിടെ അൺമാസ്കിംഗ് അനോമലീസിന്റെ യൂട്യൂബ് ചാനലല്ലേ? അല്ലല്ല, അവിടെ ഒരു കോളേജ്, ഒരു സ്ഥാപനം ഉണ്ട്. അല്ല, അങ്ങനെ സ്ഥാപനം അവിടെ അല്ലേ? ഈ യൂട്യൂബ് ചാനൽ പുളിക്കലല്ലേ വലുത്? അതല്ലാന്നേ, പുളിക്കൽ ടൗണിൽ നിന്ന് പോയിട്ടേ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കുന്നിന്റെ മുകളിൽ സ്ഥാപനമാണ്. അവിടെ യുക്തിവാദികൾക്ക് സംശയങ്ങൾക്ക് മറുപടി, അതുപോലത്തുള്ള ഓരോ വിഷയത്തെ പറ്റി ഒരു ക്ലാസ്. പിന്നെ യുക്തിവാദികളുടെ സംശയത്തിന് മറുപടി തീർക്കാൻ ഈ കുന്നിന്റെ മുകളിൽ കൊണ്ട് വെച്ചിരുന്ന കാര്യം? അല്ലാതെ നമുക്കത് വ്യക്തമായി ചോദിക്കാനും പഠിക്കാൻ സൗകര്യം ഉണ്ടെന്ന്. എന്താ നമുക്ക് അങ്ങനെ സംശയം ചോദിക്കാനും പഠിക്കാനും നമ്മള് മലയുടെ മുകളിൽ കയറൊന്നും വേണ്ട, അല്ലാതെ തന്നെ സംവിധാനം ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. എന്റെ അടുത്തൊക്കെ അത്യാവശ്യം നല്ല ബാക്കവിമാരും എല്ലാവർക്കും ഒരു കഴിവുണ്ടായിക്കോളുന്നില്ല. അങ്ങനെ വിഷയം ഉണ്ടല്ലോ, അറിയില്ല. ഇപ്പൊ നമുക്കൊരു കഴിവില്ലേ, നമുക്കൊരു കാര്യം മനസ്സിലാക്കാനും പഠിക്കാനും? അല്ല, എല്ലാ ഡോക്ടറും ഒരേപോലെ ആയിക്കോളുന്നില്ല. അത് ശരിയാണ്. നമുക്ക് MD-നേക്കാളും MBBS MD ഉള്ള ആളിനേക്കാളും ഉഷാറ് MBBS ഉള്ള ആളേക്കാളും. അതിനിപ്പോ ഒരു കാര്യം, സത്യസന്ധമായ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്ക അത്രയൊക്കെ കഷ്ടപ്പാടുണ്ടോ? വ്യാഖ്യാനിച്ചൊപ്പിക്കാനാണ് വലിയ വൈദഗ്ധ്യം വേണ്ടത്. ചില വിഷയങ്ങളെ പറയുമ്പോഴേ നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തില് കാര്യകാരണങ്ങൾ പറഞ്ഞു തരണ്ടേ? ഇപ്പൊ ഞാന് ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാര്യകാരണ വിശദീകരണം കിട്ടാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉദാഹരണം പറയൂ. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതിനകത്തെ മനുഷ്യനൊക്കെ ഈ ജീവിതം കഴിഞ്ഞാല് വേറൊരു ജീവിതവും ഒരു ചോദ്യമുണ്ട് എങ്കിലാണ് മനുഷ്യന് യഥാർത്ഥം നന്നാവുള്ളൂ. അത് നമ്മളെ സങ്കല്പല്ലേ, നമ്മളെ വിശ്വാസം അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ന്യായമല്ലേ? നിങ്ങൾ ജീവിതല്ലേ, നമ്മള് മനുഷ്യന്മാരെ ഇന്ത്യൻ നിയമപ്രകാരേ ഒരു 30 വയസ്സായ സ്ത്രീ, ഒരു 35 വയസ്സായ ഒരു പുരുഷന് അവര് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് നിങ്ങളെ അഭിപ്രായം എന്താ? എന്താ അഭിപ്രായം? അത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്? അത് ശരി, അത് ഓലല്ലേ തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ അതല്ല, നിങ്ങൾക്ക് അവർ ചെയ്ത് കഴിഞ്ഞാല് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ വ്യക്തിപരവും സ്വകാര്യവുമായിട്ടുള്ള ഒരു കാര്യമല്ലേ സുഹൃത്തെ? അത് പറ്റില്ല. നമുക്ക് തോന്നിയമാതിരി മൃഗത്തിന്റെ മാതിരി തോന്നിയമാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത്, ഈ വ്യവസ്ഥകളും നിയമങ്ങളൊക്കെ ആരും പേടിച്ചില്ലെങ്കിലും പെരന്റെ തൂണിനെ പേടിക്കുന്നത് പഴയ കാരണന്മാര് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പള്ളിയിലെ ഉസ്താദ്മാര് ദർസ് പഠിക്കുന്ന കുട്ടികളെ സ്വീപ്പാക്കണേന്റെ എത്രയോ അനുഭവസ്ഥർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറട്ടെ, അപ്പൊ അതിപ്പോ ഈ മനുഷ്യന്റെ ഈ അതൊരു ഭാഗത്തും, പിന്നെ സ്വതന്ത്രരായിട്ടുള്ള രണ്ട് വ്യക്തികൾ, അതായത് സ്വതന്ത്രരായ പ്രായപൂർത്തിയായ വേറെ ചീറ്റിംഗ് എലമെന്റ് ഒന്നും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലിയ പ്രശ്നം? ഒന്നും പറയും. അതായത് ഇങ്ങനെ മദ്രസയിലെ ദീന് പഠിക്കാൻ തന്നെ കുട്ടികളെ സ്വീപ്പാക്കണ സദർ ഉസ്താദുമാരും അല്ലെങ്കിൽ മുദരിസുമാരൊക്കെ ഉണ്ടല്ലോ, അതൊരു ഭാഗത്തും പ്രായപൂർത്തിയായപ്പോ നിങ്ങൾ പറഞ്ഞ 30ഉം 35ഉം വയസ്സുള്ള രണ്ട് ആണുങ്ങൾ, സ്വതന്ത്രരായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തമ്മിൽ കമ്പയർ ചെയ്താലേ ഏതാ വലിയ പ്രശ്നം?
അത് രണ്ടും തെറ്റാണ്, രണ്ടും ഒരേ അല്ല, സ്ഥാനത്തല്ല. ഏതിനാണ് കൂടുതൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് തന്നെ ഏതിനാണ് കൂടുതൽ ഇസ്ലാമികം ഗാംഭീര്യം? മാത്രല്ല, ഇസ്ലാം ഇല്ലെങ്കിലും തെറ്റ് ആ കുട്ടികളിൽ പീഡിപ്പിച്ചതാണ്. അത് ഈ ഇസ്ലാം കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞേ, എന്നോടൊന്നും ഒരു 2 വർഷം മുമ്പ് ഒരു ആ കപ്പ്യാര് സംസാരിച്ചു. ആ അയാള് ക്രിസ്ത്യൻസ് ആണ്, അവിടെ മൂപ്പർക്ക് ഉണ്ടാവും ചെറിയ ഇതൊക്കെ. വയറിന മറ്റുള്ള ആളാ. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറയുമ്പോ ഞാനിപ്പൊ അച്ഛനോട് കയറ്റി കൊടുത്ത് വരികയാണ്, അച്ഛന്മാരെ കണക്കെന്നെന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛന്മാരെ ആക്ഷേപിക്കില്ല, ഉം. അവരും ജീവികളാണ്. ആ അവർക്ക് നിങ്ങൾ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഉം. നല്ല ഭക്ഷണം, AC, ഉം. വണ്ടി, ഉം. പിന്നെ ഇതൊക്കെ കൊടുക്കുമ്പോ അവരുടെ ശരീരം ഹീറ്റ് ആവണില്ല. ഉം. അപ്പൊ അപ്പുറത്ത് മഠത്തിലും കന്യാസ്ത്രീകൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി 2 കൂട്ടർക്കും ആഗ്രഹം തോന്നും. ഉം. അത് പ്രകൃതി പ്രതിഭാസമാണ്. ഉം. അവിടെ മതങ്ങളൊന്നും അതിനെന്തില്ല, ഉം. തീരുമാനം പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഈ പറഞ്ഞത് സ്വതന്ത്രരായിട്ടുള്ള രണ്ട് വ്യക്തികൾ അല്ലല്ല. തമ്മില് ഇവിടെ ഞാൻ പരസ്പര പറഞ്ഞതറിയോ, സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഭയങ്കര ഒരു ക്രിമിനൽ അത് കുറ്റമായിട്ട് നിങ്ങൾ ആലോചിക്കണ എന്തിനാ? അങ്ങനെ നമ്മുടെ ഒരു ഭരണഘടന ഉണ്ടല്ലോ ഒരു വിശ്വാസിക്ക്, ആ അന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഭരണഘടന ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഉം. പ്രയോഗ തലത്തിൽ മനുഷ്യനാണ് എന്നുള്ള അത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? അത് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോൾ ഇവിടെ ഉം. തെറ്റ് ചെയ്യാൻ പാടില്ല അറിയാത്ത കാരണമില്ല. ഒക്കെ സൗകര്യപ്പെടുമ്പോഴൊക്കെ ആഗ്രഹം പോലെ ചെയ്യും. ഉം. 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 അവിടെ എല്ലാരും കണക്കാണ്. ആ. പിന്നെ ഇപ്പൊ എന്താ മതം അതുകൊണ്ടാണ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം? അത് ഞാൻ പറഞ്ഞേ, ഉം. ഈ സ്ത്രീയിലേക്ക് പുരുഷനാണ് പെട്ടെന്ന് ചാടി വീഴുക. ഉം. അതിന്റെ പ്രകൃതി പ്രതിഭാസം അങ്ങനെയാണ്. ഉം. അപ്പൊ എന്ന് പറഞ്ഞാല് ഓനക്ക് അതിപ്പോ ഇസ്ലാം ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നിങ്ങളെ വാദം അനുസരിച്ച്? അതെ അതെ, പിന്നെന്താ ഈ മതം കൊണ്ട് എന്താ പ്രസക്തി അത് പറയും. മതങ്ങൾ കൊണ്ട് നിയന്ത്രിക്കും. ഇപ്പൊ അതിന് ഈ ഇവിടെ എങ്ങനെ? മാത്രം, ഇവിടെ നിങ്ങൾക്ക് മറ ഇല്ല, ഞാൻ സൃഷ്ടിക്കാൻ പറയുന്നത് കഴിയും. കഠിനമായി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോലും ആ, പിന്നെ ജാമ്യം കിട്ടാത്ത ഗുരുതരമായ തെറ്റുകളാണെന്ന് അറിഞ്ഞിട്ടും ഉം. അള്ളാഹു കീഴ്മേൽ മറിച്ച് ഒരു ജനതയെ നശിപ്പിച്ച തിന്മയാണെന്ന് അറിഞ്ഞിട്ടും ഈ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദ്മാരെ പഠിക്കാൻ വന്ന ഞാൻ കുട്ടികളെ പറഞ്ഞത് സ്വീപ്പാക്കുന്ന കാലത്ത്, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ആക്കട്ടെ. ഉം. അത് അത് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാര് ഉം. പിന്നെ സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾ പരസ്പര ധാരണയോട് കൂടി ഉം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ മതാണ് വേണ്ടത് എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. അത് ഈ ഉസ്താദന്മാര് പറഞ്ഞതേ വ്യക്തികാര്യമല്ല, അവര് പ്രമാണാണ് പറഞ്ഞത്. ഈ ഞാൻ തെറ്റ് പുസ്തകത്തിൽ ചെയ്യണ്ടാവും, കിതാബിൽ എന്റെ എന്ത് എഴുതിയിട്ട് സംശയമാണ്. കാര്യമില്ല സുഹൃത്തെ. അങ്ങനല്ല. ഇപ്പൊ പോലീസുകാർ നിയമപാലകരാണ്, എന്തെല്ലാം കേസിൽ കൊടുക്കുന്നുണ്ട് പോലീസുകാര്, ഉണ്ട് വക്കീലന്മാര് കൊടുക്കുന്നില്ലേ? ഉണ്ട് ഏഹ് ആ അപ്പൊ അത് ഞാൻ ഉണ്ട്. പറഞ്ഞത് ഭരണഘടനയിൽ ഉണ്ടായാലും കിതാബിൽ ഞാൻ ഉണ്ടായാലും പറഞ്ഞത് മനുഷ്യര് സ്വന്തം നിലക്ക് മൂല്യബോധം ഉള്ളവരാകുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതൊക്കെ പ്രധാനം തന്നെയാണ്. അത്ര അവന്റെ ഈ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഹവക്ക് ഭയപ്പെടാന്നല്ലേ, ഇൻഹുവ ഇല്ല വഹിയുൻ യൂഹ എന്നല്ലേ. ഒരു ഹവ എന്ന് പറഞ്ഞ തടീച്ചക്ക് ഭയപ്പെടുമ്പോൾ എന്താണ് ഇതൊക്കെ സംഭവിക്കാം. ലാ തഖ്റബു അപ്പൊ സിന. ഞാൻ പറയണത് പറയേ, ഇസ്ലാം മത വിശ്വാസം അനുസരിച്ചിട്ട് നിങ്ങള് പറഞ്ഞ ഇസ്ലാം പോലെ മതം ഇല്ലാതാകുന്നതോടുകൂടി ഇവിടെ സ്വതന്ത്ര ലൈംഗികത ഉണ്ടാകുമെന്ന് പേടിക്കുമ്പോൾ അതിനേക്കാളും മുൻപ് പരിഹരിക്കേണ്ട പ്രശ്നം ഈ മതപാഠശാലകൾ കേന്ദ്രീകരിച്ച് പോലും നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിനെ കുറിച്ച് ആലോചിച്ചാൽ പോലും പോരെയെന്ന് ഞാൻ അത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ചെയ്യുന്ന വ്യക്തികൾ ശിക്ഷ അനുഭവിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഒരാൾക്കും ഒരാളെ പിന്നെ മോന് തെറ്റ് ചെയ്താലും അപ്പൊ ഞാൻ ന്യായീകരിക്കുമ്പോഴാണ് പ്രശ്നം. മറ്റേ കാര്യത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ വിഷയത്തില് രണ്ട് സ്വതന്ത്ര വ്യക്തികളാണ്, അവരവരുടെ പ്രായപൂർത്തിയായതാണ്. അപ്പൊ അവരവരുടെ കാര്യം തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചാ പോരെ, അതിൽ നമ്മളെന്തിനാ ഇടപെടണേ? അത് മതത്തില് ഓരോ വിഷയങ്ങൾ പറയും, ഇന്ന ചെയ്ത ഇന്നതുണ്ട്, ഇന്ന ചെയ്ത അല്ല, ഇന്നതുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ നമ്മള് ജീവിതത്തിൽ എന്താ ഗുണം എന്നാ ഞാൻ മതത്തിന്റെ ചോദിക്കണേ. വാക്താക്കളെ ആക്ഷേപിക്കണം, പ്രമാണം നോക്കിയാൽ മതി. പ്രമാണത്തിൽ മദ്രസ എന്താ? കുറ്റങ്ങൾ ഒരുപാട് അധ്യാപകർ കൊടുക്കുന്നുണ്ട്, മാഷന്മാരും കൊടുക്കുന്നുണ്ട്. അത് ഓരോ സാഹചര്യങ്ങളാണ്, ചില ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ അതേപോലെ പറ്റും. തന്നെയാണ് സുഹൃത്തെ നിങ്ങൾ വിചാരിക്കുന്നത് ഒരാൾക്ക് മതം ഇല്ലാതായാല് പിന്നെ ഈ ചങ്ങാതി കാണുന്ന സ്ത്രീകളോടൊക്കെ ശാരീരിക ബന്ധത്തിന് വേണ്ടി നടക്കുകയാണെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണേ. അല്ലെന്ന് അങ്ങനെയല്ല, ഇത് ഞാൻ മനുഷ്യന്റെ പറഞ്ഞത്, രണ്ടുപേര് ഒത്തു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് യാതൊരു ശിക്ഷ ഇല്ലാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോ പള്ളിക്കത്തെ ഉസ്താദും ചെലവ് കൂടിക്ക് വരുന്ന താത്തയും തീരുമാനിച്ചാൽ നടക്കൂലേ? അല്ല, ഒരു അല്ല, ഉള്ളിലേ ഞാൻ ചോദിക്കാണ്.
അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാല് അവിടുത്തെ അതൊന്നും ചെയ്യാൻ കമ്മിറ്റി പറ്റില്ല. ആക്ഷൻ രണ്ട് എടുക്കും. ഞാൻ പറയാം, ഒരു അതെന്താണ്? ആക്ഷൻ അത് ഒരു ആക്ഷൻ മതത്തിന്റെ ലേബിൾ വെച്ചിട്ടാണ്. മതത്തിന് എന്ത് ആക്ഷൻ എടുക്കാൻ കഴിയുമ്പോ? പിന്നെ ഞാൻ പറഞ്ഞേ, ഇപ്പൊ നിക്ക് നമ്മളെ നാട്ടില് വിശ്വാസിയായിട്ടുള്ള, ഞാൻ ചോദിക്കുന്നത് ഈ ഉസ്താദുമാര് കുട്ടികളോട് ചെയ്യുന്ന മതപരമായും രാജ്യത്തെ നിയമം അനുസരിച്ചും കുറ്റകരമായ ഒരു കാര്യം, ആ കാര്യം ചെയ്യുന്നവർക്കെതിരെ ഇസ്ലാമിന് എന്ത് നടപടി എടുക്കാൻ കഴിയും? അല്ല, ഇസ്ലാമിന് എന്ത് നടപടി എടുക്കാൻ കഴിയും? നിങ്ങൾ പറയും. വികാരം വിവേകത്തെ മറിടുന്നുണ്ട്, അറിയോ? ആയിക്കോട്ടെ, അപ്പം ഇസ്ലാമിന് അവിടെ എന്ത് ചെയ്യാം? വികാരം വിവേകത്തെ മറിയിടും. ഇസ്ലാമിന് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചോദിക്കുന്നത്. നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ഈ കാര്യത്തിൽ ഇസ്ലാമിന് എന്താ ചെയ്യാൻ പറ്റുക? ഇസ്ലാമിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉസ്താദ് മദ്യപിച്ചു കഴിഞ്ഞാല് ആ ഉസ്താദിനെ പുറത്താക്കാൻ അധികാര കമ്മിറ്റിക്കുണ്ട്. അയാളെ കൊല്ലാൻ അടിക്കാൻ പാടില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, അടിക്കാനും കുത്താനും പാടില്ല, അയാളെ പുറത്താക്കാം. പിന്നെന്താ ഇസ്ലാം കൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗുണം? അതാ ഞാൻ ചോദിക്കുന്നത്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് മതരാഷ്ട്രമാണ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞത് വലിയ വലിയ കേസുകൾ അവിടെ നമ്മൾ മതത്തിനകത്ത് തന്നെ ഉണ്ട് കുറെ. അപ്പൊ അതൊക്കെ ഒന്ന് തീരുമാനാക്കിയിട്ട് ബാക്കി സ്വതന്ത്ര വ്യക്തികളുടെ ലൈംഗിക കാര്യങ്ങളിലേക്കൊക്കെ സ്വകാര്യത്തിലേക്ക് ഞാൻ ഉറച്ചു പറഞ്ഞത്, ഒരു മത അധ്യാപക തെറ്റിയതല്ലേ അത് അവനിൽ ഒതുങ്ങി. അത് മതത്തിന് നിയമം ഇതല്ല. ഒരു പോലീസുകാർ തെറ്റിയതല്ല, പോലീസുകാരെ മാത്രം ചെയ്താൽ മതി. എല്ലാ പോലീസുകാരാണ് പറയാൻ പറ്റുമോ? ഒരു വക്കീല് തെറ്റ് ചെയ്തു, എല്ലാ വക്കീലുമാരെ പറയാൻ പറ്റുമോ? പോയിന്റ് എന്താ? പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോയിന്റ് എന്നറിയോ? ഭരണഘടനക്കെതിരായി കഴിഞ്ഞാല് അതിന് ശിക്ഷ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അതായത് ഉസ്താദുമാരുടെ പേരിലും മാഷന്മാരുടെ പേരിലും പൂജാരികൾ മാത്രം കയറാൻ പാടില്ല. വേണ്ട, ഞാൻ പറഞ്ഞതല്ല. തടീച്ച ഉണ്ടാവും, സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് പോണത്. അതെ, അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ അടികൊള്ളട്ടെ, ശിക്ഷിക്കട്ടെ. ഇത് ഭയങ്കര, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ലൈംഗികത ഞാൻ ചോദിക്കട്ടെ, ലൈംഗികത എന്ന് പറഞ്ഞാൽ വളരെ കുറ്റകരമായ ഒരു തെറ്റാണോ? ഏത് ലൈംഗികത എന്ന് പറയണതേ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു തെറ്റാണോ? ഓരോ മതത്തിന്റെ ആചാരപ്രകാരം ആയിരിക്കണം. മതത്തിന്റെ ആചാരങ്ങൾ വെടി. ഞാൻ ചോദിക്കുന്നത് രണ്ട് സ്വതന്ത്രരായിട്ടുള്ള മനുഷ്യർ, അവര് പരസ്പരം അതിനകത്ത് ചീറ്റിംഗ് ഒന്നും ഇല്ലാത്ത അവസ്ഥയില് ഈ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോന്ന്? ഉണ്ടെങ്കിൽ അതിലെ പ്രശ്നം എന്താണ്? അത് ഞാൻ ഇസ്ലാം വിശ്വാസി ആയതുകൊണ്ട്, അല്ല, ഇസ്ലാം വിശ്വാസി ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. അതിന് വലിയൊന്നും വേണ്ട, നിങ്ങൾ ഇത് വലിയ സാക്ഷി. മറ്റേത് മൃഗത്തിന്റെ മാതിരിയല്ലേ? അത് മറ്റത് മൃഗത്തിന്റെ മാതിരി ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടനയെ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യാ? മൃഗത്തിന്റെ പോലെ എന്താ നിങ്ങൾ പറഞ്ഞ? നിങ്ങളിത് പറയും, ഇതിനകത്ത് കുറ്റകരമായ ഒരു തെറ്റാവാനുള്ള കാരണം എന്താണ്? അത് പറഞ്ഞത്. അതിനകത്ത് പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ മതവിശ്വാസികൾക്ക് കുറ്റം തന്നെ. വിശ്വാസം വിട്, ഞാൻ ചോദിക്കുന്നത് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിട്ട് നിങ്ങൾ പറയും. ഭൗതിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറഞ്ഞോളി. യുക്തികൾ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്താ തെറ്റ്? അള്ളാഹ്ക്ക് എന്താ പ്രശ്നം? അള്ളാഹ്ക്ക് പറയാനുള്ളത് നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെ രൂപത്തിൽ ചെയ്തോളേ, നാല് കെട്ടാ. 4 എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? 4 എന്നുള്ളത് കെട്ടാനുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടല്ലോ. ഒരു 60 കല്യാണം കഴിക്കാൻ ഒരാൾക്ക് പറ്റൂല ഇസ്ലാമില്? 50 60 കല്യാണം കഴിക്കാൻ ഒരുമിച്ച് പാടില്ല. നിലവിൽ 4 പാടുള്ളൂ. എന്താ വ്യത്യാസം? നിലവിൽ പാടില്ല, പോറ്റാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് സദാചാരത്തിന്റെ പ്രശ്നമല്ല ഉള്ളത്. അതായത് ഇപ്പൊ ഒരാള് ഭാര്യനെ കാര്യം തീർക്കുന്ന ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന, ആ പെൺകുട്ടിയുടെ അറിവോ സമ്മതോ കൺസെന്റോ ഒന്നുമില്ല. കന്യകയാണെങ്കിൽ ആവശ്യമില്ല. വല്യപ്പ തീരുമാനിക്കുന്ന, മഹർ നിശ്ചയിക്കുന്ന, മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന, 2 മാസം കഴിയുന്നു, അയാൾ കാര്യം തീർത്ത് വേറെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന, ഇതാണല്ലോ ഇസ്ലാമിന്റെ അനുവദനീയമായ വിവാഹം. അങ്ങനെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുള്ളത്, അലി മുഹമ്മദിന്റെ മരുവൻ അലി മിമ്പറിൽ കയറി പറഞ്ഞു, എന്റെ ഹസൻ നിങ്ങളാരും പെണ്ണെട്ടിച്ചു കൊടുക്കല്ലേ, ഓന് ഭയങ്കര കാര്യം തീർക്കലേറിനാണ്. അതെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുക, കാര്യം തീർക്കുക, അടുത്ത കല്യാണം കഴിക്കുക, കാര്യം തീർക്കുക. അവസാനം അലി മിമ്പർ കയറി എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ പുറത്തിറങ്ങിയപ്പോ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്ര, ഞങ്ങൾ ഇനിയും കെട്ടിച്ചു കൊടുക്കും, ഞങ്ങളെ മുത്തുനബീന്റെ പേരക്കുട്ടിയാണ്. അങ്ങനെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഇതാണ് അനുവദനീയമായ ഒരു മേഖല. രണ്ടാമത്തത് അടിമ സ്ത്രീകളാ. ആ മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ടോ ആരെങ്കിലും സമ്മാനം കൊടുത്തയച്ചാലോ പാരമ്പര്യമായിട്ട് കിട്ടിയതോ ഇതൊക്കെ ആയിട്ടുള്ള അടിമ സ്ത്രീകള്, ഇവരുമായിട്ട് ലൈംഗിക ബന്ധം അനുവദനീയമാണ് അല്ലെ? ആണ്. മൂന്നാമത്തത്, ഈ അടിമ സ്ത്രീകള് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? എത്ര എണ്ണ പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ?
ഇപ്പൊ അടിമസ്ഥതയൊക്കെ നിർത്തി പോയിക്കണം. ഇപ്പൊ ഒന്നും ഇപ്പൊ ഇല്ല ഇല്ലേ? ഇപ്പൊ. ഇപ്പൊ ഇല്ലാത്തല്ലേ ചോദിക്കണം, ഇസ്ലാമിലുള്ള ചോദിച്ചു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് എന്തെല്ലാം അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. കള്ളു കുടിച്ചിട്ട് പള്ളിക്ക് നിസ്കരിക്കാൻ വന്നിരുന്നു, അല്ലല്ല, ഞാൻ ജീവനോടെ ചോദിക്കുന്നത് കുഴിച്ചു മൂടിയിരുന്നു. അതിപ്പോഴും അനുവദനീയമായ അതല്ലേ അവസ്ഥ ഖുർആനും ഘട്ടം ഇസ്ലാമിൽ. ഘട്ടമായിട്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോ അപ്പ തീരുമാനം പറയും. ഒരു എന്ത് സംഭവം ഘട്ടം, ഉണ്ടാകുമ്പോ തീരുമാനം പറയും. എന്ത് ഘട്ടം? അബൂബക്കറും ഉമറും ആവശ്യത്തിന് ആ പിന്നെ ചെയ്ത ഒരു കാര്യം, പിന്നെ ഹസനും ഹുസൈനും കാലാവുമ്പത്തിന് ഹറാമാണ് പറഞ്ഞ ഘട്ടം അതുണ്ട്. ഘട്ടാക്കപ്പെട്ടല്ലേ. അതല്ലേ ഇസ്ലാം ഖുർആനേ ആ. ഒരു ദിവസം അല്ല, കൊണ്ട് ഞാൻ ഒരു മാസം ചോദിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയല്ലോ. അനുവദനീയമാക്കപ്പെട്ട നിലയിലുള്ള 23 വർഷം കൊണ്ട് ഇറങ്ങിയതല്ലേ. അനുവദനീയമായ കുറെ അവസ്ഥയിലുള്ള മക്കയിൽ വെച്ചും കുറെ മദീനത്തും ഞാൻ വെച്ചിട്ടില്ലേ. പറയട്ടെ, ഇസ്ലാമിലെ അനുവദനീയമായി പരിഗണിക്കപ്പെടുന്ന ഈ ലൈംഗിക സദാചാരവും ഉം. പ്രായപൂർത്തിയായ, നിങ്ങൾ പറഞ്ഞ പ്രായത്തിൽ ഒരു 35 വയസ്സുള്ള ഒരാണും 30 വയസ്സുള്ള ഒരു സ്ത്രീയും ഉം. പരസ്പര ധാരണയോടുകൂടി വിശ്വാസത്തോടും ഇഷ്ടത്തോടും കൂടി അതിനകത്ത് ഉം. വേറെ ഒരാളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എലമെന്റ് ഇല്ലാതെ ആ ആ ചെയ്താൽ ഉം. 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 അതാണോ സദാചാരം? ഇസ്ലാമിലുള്ള ഈ അനുവദനീയമായ ബന്ധങ്ങളാണോ സദാചാരം? അത് കുറച്ച് ആലോചിച്ച് ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, യുക്തിക്ക് എല്ലാ കാര്യങ്ങളിലും ഇത് യുക്തിയല്ല, ഇത് സാമാന്യ യുക്തി. നമ്മൾ മനുഷ്യരായിട്ട്, ഞാൻ പറയട്ടെ, മനുഷ്യരായിട്ട് ജീവിക്കുമ്പോ ഏറ്റവും മിനിമം നമ്മുടെ യുക്തിക്ക് നിരക്കണ്ടേ എന്ത് കാര്യമായാലും. അങ്ങനെ എല്ലാ ഇപ്പൊ നിങ്ങളൊരു മാർക്കറ്റിൽ പോയി, മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയി. അപ്പോ പലതരം മീനുകൾ നിരത്തി വെച്ചിരിക്കുന്നു. അതിന്റെ പേര് നമ്മള് രണ്ടാമത് കൊടുക്കണം. കീവായി പോയതൊന്നും അവിടെ കഴിയാൻ മതിയാ. അല്ല, അതൊക്കെ വലിയ യുക്തിയാണ്. പ്രസക്തിയല്ലോ. അതെ, അതാ ഞാൻ പറഞ്ഞത് മനുഷ്യന് സാമാന്യമായിട്ടുള്ള ഒരു യുക്തി എന്ന് പറയണത് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളൊരു പച്ചക്കറി മീൻ മേടിക്കാൻ പോയപ്പം പല തരത്തിലുള്ള മീനുകൾ പല വിവരത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്കൊരു യുക്തി ഉണ്ടാവുമല്ലോ. കാരണം നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക അവസ്ഥ, നിങ്ങൾ അതെന്ത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പോണോ, ഇങ്ങനെ ഒരു യുക്തി അവിടെ അപ്ലൈ ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഏത് മീൻ മേടിക്കണം നിങ്ങൾ തീരുമാനിക്കുന്നത്. ഇതേ രീതിയിൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളിലും ഈ യുക്തി എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലായിടത്തും ശരിയാവും. മനുഷ്യന് യുക്തിഭദ്രമായ ഓരോ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളിലും യുക്തി വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഏത് വയലു പറയുന്ന മൂല്യന്മാരും, ഇപ്പൊ നിങ്ങളെ ഞാൻ ഒരു പരിപാടിക്ക് വിളിച്ചു, നിങ്ങളിപ്പോ വയലു പറയാൻ പോണേ ഉസ്താദാണ് വിചാരിച്ചോ. അപ്പൊ നിങ്ങളെ ഞാൻ ഒരു പരിപാടിക്ക് വിളിച്ചു, ഇന്നവിടത്തെ ഇന്ന ദിവസം ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? ഈ അള്ളാന്റെ ഇൽമ പറയാൻ പോയല്ലേ, ഒന്നും യുക്തി ആലോചിക്കണ്ട എന്ന് പറയോ? അതോ നിങ്ങൾ അത് എവിടെയാണ്, എത്ര ദൂരമുണ്ട്, അവിടെ എത്ര ഓഡിയൻസ് വരും, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടല്ലേ ഒരു കാര്യം തീരുമാനിക്കാം. അന്ന് നിങ്ങൾക്ക് വേറെ പരിപാടി, പിന്നെ അതെന്താ, അത് യുക്തിയല്ലേ? അതിന് പോണോ പോണ്ടേ എന്നത് നിങ്ങൾ യുക്തിപൂർവ്വം എടുക്കുന്ന തീരുമാനമല്ലേ? ആ പരിപാടി അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ തീരുമാനത്തിലേക്ക് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് മുൻഗണന നൽകാതെ യുക്തി അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് മാത്രമാണ്. അതായത് അന്നത്തെ ദിവസം വേറെ ഒരു പരിപാടി ഉണ്ടോന്ന് മാത്രം നിങ്ങൾ നോക്കുള്ളൂ. അന്ന് നിങ്ങൾ വേറെ ബുക്കിംഗ് ഉണ്ടോന്ന് മാത്രമേ നോക്കുള്ളൂ. അല്ലല്ലോ, ബുക്കിംഗ് മെയിനായിട്ട് അത് നോക്കും. പിന്നെ കുറെ കാര്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്. അത് എവിടെയാണ്, എത്ര ദൂരം പോണം, യാത്രാ സൗകര്യം ഉണ്ടോ, അവിടെ ഈ പോയിട്ട് അവിടെ വയലു പറയാനും മാത്രമുള്ള ആൾക്കൂട്ടം ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കൂലേ യുക്തി എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ നമ്മൾ കുറെ കാര്യം, അതിനാണ് യുക്തി എന്ന് പറയുക. അല്ലല്ല, വിവേകത്തോട് അങ്ങനെ തന്നെ വിവേകത്തോടു കൂടി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിന്റെ യാഥാർത്ഥ്യ ബോധത്തിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ഒരു ടെക്നിക്കിന്റെ പേരാണ് യുക്തി. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സൂത്രത്തിന്റെ പേരാണ് യുക്തി എന്ന് പറയുന്നത്. അല്ലാതെ യുക്തി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനം ഒന്നല്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ച് പറഞ്ഞ വിഷയം തന്നെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിലെ അനുവദനീയമായ സദാചാരം എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായ, നമുക്ക് സാമാന്യമായിട്ടുള്ള നീതിബോധമുള്ള ആൾക്കാർക്ക്, ഞാൻ പറയട്ടെ, അല്ല ആയിക്കോട്ടെ, ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യന് യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുക്കലാണ് ഉചിതം. അതാണ് ഏറ്റവും അഭികാമ്യം. മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം ഭൗതിക ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്. ഇപ്പൊ ഈ വളി വിട്ടാൽ ഉളു എടുക്കുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് സാധാരണ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ ഒരു സംശയം, ഹലോ, ഈ ജനാബത്ത് എനിക്ക് കുറച്ചൊക്കെ ഇസ്ലാമിന്റെ അറിയുന്ന ആളാണല്ലോ, ഈ ജനാബത്ത് ഉണ്ടായി കുടിക്കാൻ പറ്റുന്ന ഇപ്പൊ എന്താ?
ഈ നിങ്ങളുടെ യുക്തി കുളിക്കുമ്പോ എന്താ? നിങ്ങൾ ഈ കുളിക്കണീന് വരെ നമ്മൾ പിന്നെ എണ്ണവും കണക്കും നോക്കി നീയത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. ആ നമ്മൾ അല്ല, ജനാപത്ത് കുളിക്കൽ ഉണ്ടായില്ലെങ്കിൽ നിർബന്ധമുണ്ടോ യുക്തിവാദികൾക്ക്? ഇസ്ലാമിക വിവരം അനുസരിച്ചിട്ട് ജനാപത്തിന്റെ കുളി നിർബന്ധമാവുന്നത് എപ്പോഴാ? ശുക്ലം പോയാല് അല്ലേ? അല്ലെങ്കിൽ ദുഖൂൽ അഷ്പത്തി ഫി ഫർദിഹ. ആ ഇത് റെക്കോർഡ് ചെയ്യലട്ടെ ദയവേറ്റ്, എന്റെ ശബ്ദം പിടിക്കുക ആൾക്കാർ. അല്ല, ഇത് അന്തരാളത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ കുളിക്കണ്ടല്ലോ? അന്തരാളങ്ങളിലേക്കേ ആ ഊഴിയിട്ട് പോയില്ലെങ്കിൽ കുളിക്കണ്ടല്ലോ? ശുക്ലം പോയി കുളിക്കണം. അല്ല, ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്, രണ്ടിൽ എന്തെങ്കിലും നടക്കണം, അല്ലെങ്കിൽ രണ്ടും നടക്കണം. ഒന്നുകിൽ പ്രവേശനം അല്ലെങ്കിൽ മറ്റു സംഭവം. ഇന്ദ്രിയം പോവാ, ശുക്ലം പോവാ. ഇത് രണ്ടും കൂടി നടന്നാലേ വേണ്ടുള്ളൂ. ഇല്ല, രണ്ടിൽ ഒന്നെങ്കിലും നടക്കണം. ഈ രണ്ടിൽ ഒന്നും നടക്കാത്ത ശാരീരിക ബന്ധം കഴിഞ്ഞിട്ട് കുളിക്കണം എന്ന് എന്റെ അഭിപ്രായം. എന്താ എങ്ങനെ അറിയോ? നമ്മള് ഇതിന്റെ കണക്ക്, ഇത് കുളിക്കുമ്പോ തന്നെ നീയത്ത് വെക്കണം. നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ കുളിച്ചിട്ടില്ലാത്ത പോലെ ആവൂലേ? മനസ്സിലായോ? അപ്പൊ ഇത് ഭൗതികമായ കാര്യങ്ങളില് ഇത്തരം അയുക്തികരമായിട്ടുള്ള കാര്യങ്ങൾ തിരികെ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെറുതെ ആൾക്കാർക്ക് വസ്വാസം ഉണ്ടാക്കാം എന്ന് മാത്രമല്ല. അതായത് ഞാൻ കുളിച്ചപ്പോ നീയത്ത് വെച്ചിരുന്ന പഠിച്ചത് എന്റെ നിസ്കാരം ശരിയാവുക പഠിച്ചത്. ഒരു തുള്ളി രക്തവും ഒരു തുള്ളി ബീജം പോണതും രണ്ടും രണ്ടാണ്. ആയിക്കോട്ടെ, അതിനെന്താ? ബീജം പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ്. അത് ശരീരത്തിന്റെ ഓജസ്സിനെ ഇല്ലായ്മ ചെയ്യും, ഒരു പരിധി വരട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം. പച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം കിട്ടും. ഇതിനൊക്കെ യുക്തി ഉണ്ട്. നമ്മൾ അങ്ങനെ ഞാൻ പറയണത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ നീയത്തിന്റെ യുക്തി എന്താന്ന് ഞാൻ ചോദിച്ചത്. അത് മതത്തിന്റെ കാഴ്ചപ്പാടാണ്. പിന്നെ കുളിയുടെ കാര്യം ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ചിട്ട്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഡെയിലി 2 തവണ കുളിക്കുന്ന ആളാണ്. നിങ്ങൾ ഈ പറഞ്ഞ ജനാപത്തും ഗനിയും മനിയും ഒന്നും അതാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ മുന്നും ശേഷം കുളിക്കും. മുന്നേ കുളിക്കുന്ന കാര്യം അതിലില്ലല്ലോ. ഇസ്ലാമിൽ ഇതിന്റെ മുന്നേ കുളിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ കുളിക്കുന്ന കാര്യം നിർബന്ധമാണെന്ന് എന്റെ അഭിപ്രായം. അതായത് രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ ചുമടെടുത്ത് വന്നിട്ട് ചങ്ങായി പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് ഗനിയും മനിയും കൂടി കഴിഞ്ഞിട്ട് നിർബന്ധക്കുളി ഒറ്റക്കുളി കുളിക്കാനുള്ള വെള്ളമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് പോകുന്നത് ഇസ്ലാമിൽ തെറ്റല്ലല്ലോ. ഇസ്ലാമിൽ ജനാപത്തായി കഴിഞ്ഞാൽ കുളിക്കണം. അതെ, ജനാപത്തിന് മുമ്പ് കുളിക്കണ്ടല്ലോ. മുമ്പ് കുളിക്കലും അഭിപ്രായത്തില് നമ്മള് അത്തരം ബന്ധപ്പെട്ട് അങ്ങനെ പോകുമ്പം മുന്നേം കുളിക്കണം എന്ന് പറയണമെന്നറിയാം. മുന്നേം കുളിക്കണം, പിന്നെയും കുളിക്കണം. അതാ നല്ലത്, അതാ ഏറ്റവും ഉത്തമം. ഇനി എങ്ങാനും പിന്നെ കുളിക്കാൻ വെള്ളം എന്തെങ്കിലും ഒറ്റ കുളിക്കുള്ള വെള്ളം ഉള്ളെങ്കിൽ രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വന്നിട്ട് വേർത്ത് കുളിച്ച് വന്ന ആള് ഇതിന് മുൻപ് കുളിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് എന്റെ അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവയവ ശുദ്ധീകരണം വരുത്തിയാൽ മതി കേട്ടോ. ഇതൊക്കെയാണ് എന്റെ യുക്തി, എന്റെ അഭിപ്രായം ഇതൊക്കെയാണ്. എന്തായാലും ആയിക്കോട്ടെ, ശരി. എന്തായാലും നിങ്ങൾ വിളിക്കെടുക്ക. അവിടെ പോയിട്ടൊക്കെ ബന്ധപ്പെടി. എനിക്ക് വയ്യ ഞാൻ ആരോടും ബന്ധപ്പെടാൻ. വിശാലമായ പ്രമാണമുള്ള ദീനാണേ. ഇതിന്റെ കൊക്കും കോണും പരിശോധിക്കും. നമ്മൾ ഈ ഒരു കലത്തിൽ അരി വന്നോന്ന് അറിയാൻ 2 വറ്റെടുത്ത പോലെ. ഇസ്ലാമിലാണ് ഒരുപാട് നിയമങ്ങൾ വ്യവസ്ഥ പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ കാട്ടുന്നത്. കൊറേ നിയമം ഉണ്ടാറിട്ട് നന്നാവുന്നില്ലല്ലോ. നിങ്ങളിപ്പോ പിന്നെ എന്താ പറയാ, ഈ സാധനേ നിങ്ങൾ കേട്ടിട്ടില്ലേ, നെയ്യ് ഏറിയിട്ട് അപ്പം നന്നാവൂലെന്ന്. ഈ അടക്കണ ഒരു കഴിപ്പ എന്താ? ഈ മൃഗത്തിനെ അറുത്തിട്ട് കഴിക്കണം, അതെല്ലാം അടിച്ചിട്ട് ആക്കണം. അഭിപ്രായം എന്താ? അതിനെ അറുത്തിട്ടേ അതിന് രക്തത്തെ ഒഴിച്ച് കളയണം. അല്ലെങ്കിൽ ഓരോ കഷ്ണങ്ങളിലൊക്കെ എന്താകും, രക്തത്തിന്റെ കട്ടകൾ വന്ന് കൂടും. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇറച്ചിനേക്കാളും കൂടുതൽ രക്തം ഉണ്ടാവും. ആ രക്തത്തെ കളയണതാണ് അതിന്റെ ശാസ്ത്രീയമായിട്ട് അതിന്റെ യുക്തി. അപ്പൊ അറുത്തിട്ട് എന്ത് ചെയ്യണം? കഴിക്കണം എന്ന് പറഞ്ഞത് അറിയങ്ങള്. അല്ലാതെ നമ്മള് അടിച്ചു കൊന്നു, ചിറ്റോണ്ടൊക്കെ അടിച്ചു കൊന്നിട്ട് അങ്ങനെ എടുക്കുമ്പോൾ രക്തങ്ങൾ എന്തുണ്ടാവും? കട്ടപിടിച്ചിട്ടുണ്ടാവും. അത് അവിടെ തന്നെ അതിന്റെ മുമ്പ് അറവ് തന്നെയല്ലായിരുന്നോ? അറവല്ലോ, അത് രക്തത്തെ പുറത്തേക്ക് അടിക്കണ്ടല്ലോ. എങ്ങനെ? ഇസ്ലാമിലെ അറവും ഹലാൽ അറവും തമ്മിൽ വേറെ പഠിച്ചവന്റെ പേരിൽ ബലി എന്നുള്ളൊരു ഞാൻ പറഞ്ഞേ അറവിനെ പറ്റി പറഞ്ഞത്. കത്തി കൊണ്ട് അറുത്തിട്ട് രക്തത്തിനെ കളയുന്നതിനെ പറ്റി പറഞ്ഞത്. ആ അറവിനെ കുറിച്ചിട്ടേ
ഉള്ള കൺസെപ്റ്റിന്റെ കഥ ഇതാണ് അറിയാം. ഇപ്പം ഇസ്ലാമില് ഇപ്പം വെള്ളമൊക്കെ കൊടുത്തു നിങ്ങൾ പറഞ്ഞ എല്ലാ ഷർത്തും ഒപ്പിച്ചിട്ട്, അതൊക്കെ നമ്മൾ പക്ഷെ കാരുണ്യം കാണിക്കല്ലേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ നല്ല അല്ലാതെ മൂർച്ചയുള്ള അർത്താലോ, കത്തി കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ അരപോകാതെ അല്ലാതെ പറ്റൂല. ബാക്കിയെല്ലാം ചെയ്തു, അള്ളാഹുവിന്റെ നാമം പറഞ്ഞില്ല. അപ്പോഴോ അങ്ങനെ മൊത്തങ്ങൾ പൊളിച്ചടക്കല്ലേ ദീനെ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലാതെ അർത്താലോ, ഇതേ ബാക്കി എല്ലാ നിബന്ധനകളും പാലിച്ച് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അർത്താലോ ഹലാലോ? അർത്താല് അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് ശരിയാവൂല, ഹറാമല്ലേ? ഹറാമാണ്. അപ്പൊ പിന്നെന്താ കഥ? അപ്പൊ ഞാൻ പറഞ്ഞത് ഭൗതികമായ കാര്യങ്ങളെ ആത്മീയമായി കൂട്ടിക്കൊച്ച് ആൾക്കാരെ വസ്വാസാക്കാൻ ഇസ്ലാം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അതിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അതിൽ ശാസ്ത്രം തരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മള് ശാസ്ത്രത്തിൽ യാതൊരു എതിരുമില്ല. പക്ഷെ എന്താ അറിയോ, ഇസ്ലാമിനെ കവർന്നിട്ടുള്ള ശാസ്ത്രത്തെ പറ്റിയാണ് ഒരു മതവിശ്വാസിക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടി വരിക. അത്രേ ഉള്ളൂ. അതിപ്പോ പഴയ പുരാതനമായിട്ടുള്ള പല അറിവുകളിലും ഇന്നത്തെ ശാസ്ത്രത്തിന് വിരുദ്ധമല്ലാത്ത പലതും ഉണ്ടാവും, ശാസ്ത്രത്തിന് വിരുദ്ധമാവുന്നതും ഉണ്ടാവും. അപ്പൊ ശാസ്ത്രവിരുദ്ധമായതും അയുക്തികമായതുമായിട്ടുള്ള കാര്യങ്ങള് ഒഴിവാക്കി മനുഷ്യർക്ക് ഗുണകരമാവുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകുക എന്ന രീതിയിലാണ് എല്ലാ മനുഷ്യരും ജീവിക്കുക. ഇസ്ലാമിന് അതിന് കുറച്ച് മടിയുണ്ട് എന്നുള്ളൂ. ഈ നല്ല അറിവ് ശരിയാണ്, എത്ര ശരിയാണെന്ന് മനസ്സിലായാലും പുതിയ കാര്യങ്ങളെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും പഴയതിലുള്ള അയുക്തി അശാസ്ത്രീയമുള്ള കാര്യങ്ങൾ തള്ളിക്കളയാനുള്ള ഒരു മടിയുണ്ട്. അതും കൂടി ഒന്ന് മാറിക്കിട്ടിയാൽ എല്ലാവരും നല്ല സലാമത്താവും. ഏതെങ്കിലും ഒരു മതപുരോഹിത തെറ്റിദ്ധരിച്ചിട്ട് അത് മതത്തിന്റെ പേര് അടിച്ചേൽക്കാൻ പാടില്ല. മത പുരോഹിതന്റെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ആ വിഷയം ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ആയിക്കോട്ടെ, എന്തായാലും ശരി ശരി ശരി.